ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഒരുപാട് വീഡിയോയിലൊക്കെ കൂടെ ഫേമസ് ആയ ഒരു ചെറിയൊരു മനോഹരമായ ഒരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എൻ്റെ പുറകിലായിട്ടൊരു വലിയൊരു മലയാണ്. അവിടെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ മലയുടെ താഴെയായിട്ടാണ് ഈ ഒരു നല്ല മനോഹരമായ ലൊക്കേഷനൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകാം. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഏകദേശം ഒരു പുറകെ വശത്തായിട്ടാണ്. അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ലൊക്കേഷനിലോട്ട് എത്താനായിട്ടുണ്ട്. ഈ പോകുന്ന വഴി കുറച്ചൊരു കുത്തനെയായിട്ടുള്ളൊരു ഇറക്കമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഏകദേശം നമുക്ക് ആ ലൊക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ഉണ്ട് ഒരു ചെറിയൊരു പാലമൊക്കെ കാണാം. ഇതാണ് ഈ പന്തപ്ലാമൂട് പാലം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ലൊക്കേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല മനോഹരമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. അതുപോലെ ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ. അതിന് കുറുകെയാണ് ഈ ഒരു പാലം ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഓട്ടോറിക്ഷയ്ക്കൊക്കെ മാത്രം പോകാനുള്ളൊരു വീതി മാത്രമേ ഈ പാലത്തിനുള്ളൂ. അത്ര ചെറിയൊരു പാലമാണ്. ഈ പാലം കടന്ന് അപ്പുറത്ത് പോയാലാണ് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കൂടെ ഒന്ന് കാണാനായിട്ട് പോവാം. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഈ വെള്ളത്തിൽ നേരെ പോകുന്നത് നമ്മുടെ ഡാമിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കിതാ ഈ വഴിയും കയറി പോകാനായിട്ട് സാധിക്കും. മുന്നേ എല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നത് ഈ വഴിയാണ്. ഇവിടെ നിന്ന് ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ആ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു വഴിയായിട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു വഴിയാണ്. ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് അകത്തേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടെ കയറി പോയി നോക്കാം. കണ്ടില്ലേ, ഇത് അവിടുത്തെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. നമുക്ക് ഇതിന് കുറച്ചും കൂടെ മുകളിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഫുള്ള് കല്ലുകളും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ വരുന്നവരൊക്കെ മാക്സിമം സൂക്ഷിച്ച് തന്നെ വരാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല, ഇപ്പോൾ മഴയും കൂടെ പെയ്തതുകൊണ്ട് അത്യാവശ്യം വെള്ളവും ഉണ്ട് ഇവിടെ. അപ്പോൾ മാക്സിമം വരുന്നവർ ഇവിടെ സൂക്ഷിച്ച് വരാനായിട്ട് ശ്രമിക്കുക. നമുക്കിനി പോകേണ്ടത് ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട്. നമുക്ക് ആ വഴിയാണ് കയറി പോകേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോവാം. ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വഴിയായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സ്പോട്ട് കണ്ടില്ലേ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. ഈ സ്പോട്ട് ഇത്തിരി കുറച്ച് ഡേഞ്ചറസ് ആണെന്നാണ് തോന്നുന്നത്. കാരണം മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാനും അതുപോലെ കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ കുറച്ച് അവരുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് മാത്രം വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം. ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ മാക്സിമം ഇവിടെ കുളിക്കാനായിട്ടൊക്കെ വരുന്നവരൊക്കെ ഒന്ന് മാക്സിമം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് അമ്പൂരിയിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത് കാണാം. അതുവരെ ബൈ.